ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നെയ്പത്തിരിയും ഭാജി ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് അരമുറി തേങ്ങ, ചൊഞ്ഞുള്ളി, പിന്നെ ജീരകം, പെരുംജീരകം ഇട്ടിട്ട് ഒന്ന് ഒതുക്കി വെക്കുക. പിന്നെ അരിപ്പൊടിയും പത്തിരിപ്പൊടിയും ചൂടുവെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതിൻ്റെ കൂടെ ഈ അരച്ച് ഒതുക്കി വെച്ച ഈ തേങ്ങ എല്ലാം ചേർത്ത് നന്നായിട്ട് നെയ്യും ആവശ്യത്തിന് ഒരു 2 സ്പൂൺ നെയ്യിട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുക. ഇത് അരമുറി തേങ്ങ, ജീരകം, പെരുംജീരകം ചേർത്തിട്ട് അരച്ച് വെക്കുന്നത് ഭാജിയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഭാജിക്ക് വേണ്ട കഷ്ണങ്ങൾ പിന്നെ ക്യാരറ്റ്, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഉരുളക്കിഴങ്ങ് എല്ലാം ചേർത്ത്. ഇതിൽ തക്കാളി ഇട്ടിട്ടില്ലേ, തക്കാളി ഇല്ല. ഇത് പിന്നെ പത്തൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വാഴയിലയിൽ ശകലം എണ്ണയും തേച്ചിട്ട് അതിലൊരു പാത്രം വെച്ച് അമർത്തിയാൽ മതി. ആവശ്യത്തിൻ്റെ വലിപ്പത്തിലുള്ള പത്തൽ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ച കഷ്ണത്തിൽ ഈ അരപ്പൊഴിച്ച് ഭാജി ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഭാജി തയ്യാറ്. പിന്നെ നിങ്ങൾ കാണുന്നവരൊക്കെ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പത്തലും റെഡി. എങ്ങനെയുണ്ട്? നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? ഞാൻ പിന്നെ അതിന് വേണ്ടി പ്രത്യേക രീതിയിലുള്ള കളറുകളൊന്നും ഉപയോഗിക്കാറില്ല. വീട്ടിലുള്ള കളറുകൾ അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.